ഈ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ കളിയാക്കുമോ, ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഇന്നൊരു വീഡിയോ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കും. നിങ്ങൾ അങ്ങനെ ഒന്നും കരുതണ്ട. കാരണം ഇത് അറിയാൻ മേലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. കാരണം നമ്മൾ പലരോടും അറിയാവുന്നവരോട് ചോദിച്ചാൽ പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ കളിയാക്കും. നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ചോദിക്കത്തില്ല ആരോടും, നമുക്ക് അറിയാത്തതുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെടുകയോ കളിയാക്കുകയോ ചെയ്യും. അപ്പൊ എന്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്ത് ഇങ്ങനെ ക്ലച്ച് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഹാഫ് ക്ലച്ച് കൊണ്ടുവരിക, വൈബ്രേഷൻ ആക്കുക, ബ്രേക്ക് മാറ്റി ആക്സിഡന്റ് കൊടുക്കുക. എന്താ സംഭവിക്കുക? അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, വൈബ്രേഷൻ ആക്കി ബ്രേക്ക് മാറി ആക്സിഡന്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഞാൻ ഇതുപോലെ ഒന്നീ ഓഫ് ആയി പോകും, അല്ലെ ഇതുപോലെ തെറിച്ചങ്ങ് പോകും. അപ്പൊ നമസ്കാരം, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചങ്ങോട്ട് കഴിഞ്ഞ് വാഹനത്തിൽ കയറി എടുക്കാൻ പേടിയുള്ളവർക്കും തുടക്കക്കാർക്കും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ്. അറിയാവുന്നവരാരും കാണണ്ട. കാരണം അറിയാവുന്നവർക്കല്ല ഈ കാര്യങ്ങളെല്ലാം അറിയാം. അറിയാത്തവർ മാത്രം കാണുക. പേടിയുള്ളവരും ലൈസൻസ് കയ്യിലുണ്ടായിട്ടും 10-5 വർഷമായിട്ട് വണ്ടി വീട്ടിലുമുണ്ട്, ലൈസൻസും കയ്യിലുണ്ട്, പക്ഷെ സ്വന്തം വണ്ടിയെ കയറി വണ്ടി എടുക്കാൻ പോലും പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് മുതൽ പേടി മാറി നിങ്ങൾ വാഹനം ഓടിച്ചിരിക്കും. ഞാൻ ഗ്യാരണ്ടി തരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ട് നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. 10 വർഷമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈസൻസ് കയ്യിലുണ്ടായിട്ട് സ്വന്തം വണ്ടിയെ പോലും കയറിയിരിക്കാൻ അറിയാൻ മേലാത്ത ഒരുപാട് പേര് നമ്മൾ അറിവിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെയും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, നമുക്കെല്ലാം ഒരു വാഹനം ഓടിക്കാനാണ് ആഗ്രഹം. പക്ഷെ ആ ഒരു വാഹനം ഓടിക്കണമെങ്കിൽ എന്താണ്, ഒരു വാഹനം എടുക്കാൻ പഠിക്കണം. കൃത്യമായ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പേരിനകത്ത് അക്ഷരങ്ങൾ നമ്മൾ ക്രമമായിട്ട് എഴുതിയാലേ എന്താക്കും നമ്മുടെ പേരാകത്തുള്ളൂ. ഒരക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയാൽ പേരാവില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു വാഹനത്തിൽ കയറി നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ അതിനൊരു ക്രമമുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിപ്പോയാൽ അതാവില്ലെന്ന് പറഞ്ഞതുപോലെ ഒരു വണ്ടിയിൽ കയറിയാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നതുകൊണ്ടാണ് നമുക്ക് പേടികൾ പലയിടത്തും. ഒരു വാഹനം കിടക്കുമ്പോൾ വാഹനത്തിൽ കയറി എടുക്കാൻ പോലും പേടി ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ നമ്മുടെ വീടിന്റെ മുറ്റത്തായാലും കാർ പോർച്ചിലായാലും റോഡിലായാലും അതുപോലെ തന്നെ ഏത് സ്ഥലത്തായാലും ഇനിയിപ്പം പുറത്ത് ഗൾഫിലായാലും നമുക്കൊരു വാഹനത്തിൽ കയറി ഓരോ ക്രമത്തിന് ചെയ്ത് കഴിഞ്ഞാൽ ആരെടുത്താലും എന്ത് ചെയ്യാൻ ഒരു വണ്ടി എടുക്കാൻ ആ ക്രമമായിട്ട് നമുക്ക് ചെയ്യാൻ അറിയാൻ എന്താണ്. പലപ്പോഴും പലയിടങ്ങളിലും ഒന്നും ഒരു വാഹനം എടുക്കുന്ന സമയത്ത് പലർക്കും എന്ത് ചെയ്യുന്നത് പേടികൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മളിപ്പം ഒരു എന്ത് സാധനങ്ങൾ ചെയ്യണം, ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഒരു സ്വിച്ച് ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഓണാക്കുന്നതും വീട്ടിൽ ഇരുന്ന് ഓണാക്കുന്നതും ഓഫീസിൽ നിന്ന് ഓണാക്കുന്നതും എല്ലാം സെയിം ആണെന്ന് പറഞ്ഞതുപോലെ ഒരു വാഹനം എന്തായാലും അവിടെ കിടക്കുന്ന വാഹനമാണ്. എന്തായാലും ഒരാൾ ആ വാഹനത്തിൽ കയറിയിരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്താലേ എന്തുള്ളൂ ആ വണ്ടി മുന്നോട്ട് മൂവ് ആക്കാൻ പറ്റത്തുള്ളൂ. അതെന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയുടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിൽ കയറിയിരുന്നത്, ഞാൻ പലപ്പോഴും ക്ലാസ്സിനായി കടന്നു പോകുമ്പോൾ പലരും പല രീതിയിലാണ്. ഞാനപ്പം ഓരോരുത്തർ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് ഒരു വാഹനത്തിൽ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ചിലർ പറയും ഞങ്ങൾ കയറിയിരിക്കുക, സീറ്റ് ബെൽറ്റ് എടുക്കുക, ക്ലച്ചും ബ്രേക്കും അടിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് ഇടുക, അങ്ങോട്ട് എടുക്കുക. എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും അങ്ങോട്ട് അങ്ങനെ എടുക്കണം എന്നൊക്കെ പറയും. അപ്പൊ ചിലർ പറയും കയറിയിരിക്കുക, ക്ലച്ചും ബ്രേക്കും അടിച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്യുക, മിറർ നോക്കുക, ഫസ്റ്റ് ഇടുക, എടുക്കുക. പിന്നെ ചിലർ പറയും വണ്ടിയെ കയറിയിരിക്കുക, സ്റ്റാർട്ട് ചെയ്യുക, ക്ലച്ചും ബ്രേക്കും അടിച്ച് അവിടെ ഫസ്റ്റ് ഇടുക, ആ ക്ലച്ച് ആക്കുക, ബ്രേക്ക് മാറ്റുക, എടുക്കുക. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പലത്തുനിന്ന് ഒരു വണ്ടിയെ കയറി എന്ത് ചെയ്യാൻ പറ്റത്, എടുക്കാൻ കഴിയാതെ. അത് ക്രമമായിട്ട് എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ കയറി സീറ്റ് ബെൽറ്റ് ഇടാൻ നമുക്കൊരു സീറ്റ് ബെൽറ്റ് ആവശ്യമുണ്ട്. ഞാൻ വേണ്ടെന്നല്ല പറയുന്നത്, ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഒരുപാട് ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും പലരും വന്നിട്ട് ആ വീഡിയോ ചെയ്യുമ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, കാരണം കൃത്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ട് കാണാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊന്നും മനസ്സിലാകുന്നത്. ഞാൻ വ്യക്തമായ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഒരു വണ്ടിയെ കയറി എടുക്കണമെന്നും എന്തെല്ലാം ചെയ്താൽ വണ്ടി ഓടിക്കാമെന്നും അതിന് സ്റ്റിയറിംഗിന്റെ ബാലൻസ് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാമെന്നും ഗിയർ എങ്ങനെയാണ് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് തെറ്റാതെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഇടാമെന്നും ഇതിനെപ്പറ്റിയൊക്കെ ധാരാളം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്കൊരു വണ്ടിയെ കയറുന്നത് എങ്ങനെ കൃത്യമായിട്ട് എവിടുന്ന് ഒരു വണ്ടി എടുക്കുന്ന ഒരേ സെയിമാണ്. നമ്മുടെ പേര് ഇരുന്ന സമയല്ലേ എവിടെ നിന്ന് എഴുതിയാലും എന്ന് പറഞ്ഞതുപോലെ ആദ്യമേ കയറി നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. നമ്മളെ ഇരിപ്പിടം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ആ ഇരിപ്പിടം ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്നുകൊണ്ട് നമ്മൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാവില്ല. കാരണം പലരും എന്ത് ചെയ്യും, ഇങ്ങനെ കാല് താഴെ ഫ്ലാറ്റ് വെച്ചോണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗിനെ പിടിച്ചോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ കൈ ഇവിടെ ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് ബ്രേക്കിൽ എത്തണമെന്നില്ല. അതേപോലെ തന്നെ പലരും എന്ത് ചെയ്യും, ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ചിലരാണ് ഇങ്ങനെ എന്ത് ചെയ്യും, ഈ ഊഞ്ഞാലാണെന്നോ ഇങ്ങനെ ഇരുന്ന് കാണിക്കും. ഇത് കണ്ടില്ലേ,
ഇത് കൃത്യമായിട്ട് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്താണ് ബ്രേക്ക് ചവിട്ടുമ്പോൾ കൈ വിടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്തും. പക്ഷെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിലും സ്റ്റിയറിംഗിലും കൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിർത്താൻ കഴിയത്തുള്ളൂ. അത് അവരെ ശ്രദ്ധിക്കാതെ ഓരോന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇരിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സീറ്റ് ഇരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വേറെ രീതിയിലൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം നമുക്ക് ക്രമമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ ഇരുന്നാലും എന്ത് ചെയ്താലും നമുക്ക് പ്രയാസവും പേടിയും കൂടാതെ എന്ത് ചെയ്യാം, നമുക്കൊരു വണ്ടി എടുക്കാൻ കഴിയും. അതിനായിട്ട് നമ്മൾ ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ സീറ്റ് ക്ലിയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എത്ര ആയിട്ടുണ്ടോ, എത്ര വരാനുണ്ടെന്നോ കയറിപ്പോയിട്ടുണ്ടെന്നൊക്കെ അറിയത്തുള്ളൂ. കാരണം ഞാൻ ഇത് ബ്രേക്കിൽ പിടിച്ചു, ഇതിപ്പോ കയറിപ്പോയാൽ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. കണ്ടില്ലേ, കൈയില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ സമയത്ത് കൈയോടെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് കയറിപ്പോയെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, ഇതിപ്പോ ഇറങ്ങിപ്പോയിട്ടുണ്ട്, കാനതുണ്ട്, പക്ഷെ നമുക്ക് കൈ ഇല്ലെന്നുകൊണ്ട് അറിയത്തില്ല ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഇല്ലെന്ന്. പക്ഷെ കൈ വരുമ്പോൾ മനസ്സിലാകും ഇത് ഒരുപാട് ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ചെയ്താൽ അത് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമുക്ക് ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് എന്ത് ചെയ്യാം, നമ്മൾ സീറ്റ് ക്ലിയർ. അപ്പൊ പലരും പറയും ഈ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും, ഇത്രയും നീട്ടി പറയുന്നതിനാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പല വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടും പലരും വണ്ടിയുടെ ഈ 10,000-13,000 കൊടുത്തിട്ട് സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറി ഇരിക്കാൻ പേടിയുള്ളവർക്ക് വേണ്ടി മാത്രം. അപ്പം നിങ്ങൾ അറിയാവുന്നവരൊന്നും ഈ വീഡിയോ കാണണമെന്നേ ഇല്ല. അറിയാത്തവർ മാത്രം ഇത് കൃത്യമായിട്ട് എന്തൊക്കെയാണ് കൈയും കാലും കൊണ്ട്, നമുക്ക് കൈയും കാലും ഇല്ലാതെ നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അപ്പൊ കൈയും കാലും കൊണ്ട് കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ത് നമുക്ക് ആ പേടികൾ ഉണ്ടാകുന്നത്. ബ്രേക്കിലും സ്റ്റിയറിംഗിലും പിടിച്ചോണ്ട് എന്ത് ചെയ്തു, സീറ്റ് ക്ലിയർ ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഈ രീതിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടില്ലേ, കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ കൈ മാറി. അപ്പൊ ഈ കൈ മാറിക്കൊണ്ട് ഈ കൈ കൊണ്ട് വന്നിട്ടുണ്ട്, ഈ ക്ലിപ്പിൽ നിങ്ങൾ മുകളിലോട്ട് പിടിച്ച് പൊക്കി വെക്കാത്തത് കൊണ്ടാണ് ഈ ചാര് നിങ്ങൾക്ക് വരാത്തത്. ഇത് കണ്ട, എന്റെ വണ്ടിയുടെ ചാര് വരുന്നത് കണ്ട കൃത്യമായിട്ട്. കാരണം ഞാൻ അവിടെ നിന്ന് വിട്ടിട്ടും ഇല്ല, കൃത്യമായിട്ട് അത് ചായ വെക്കണം. അല്ലാതെ നമ്മൾ പിടിച്ച് വലിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുകയോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. കാരണം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ വെക്കണ്ട. കണ്ട, അപ്പൊ അതുകൊണ്ടാണ് നമുക്കിത് കിറുകിറുന്ന സൗണ്ട് മാത്രം കേൾക്കും, ഇത് കൃത്യമായിട്ട് വരാത്തതിന്റെ കാരണം. അപ്പൊ ആ ക്ലിപ്പിൽ പിടിച്ച് പൊക്കിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ. ഇപ്പൊ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ എവിടെ ഉണ്ടായിരിക്കണം, സ്റ്റിയറിംഗിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എത്രയും കയറി വരണമെന്നോ അത് കയറി പോയോന്നോ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാകത്തില്ല. അപ്പൊ സ്റ്റിയറിംഗിൽ പിടിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇത് മുൻപോട്ട് വരാനുണ്ട്. കണ്ട, അപ്പൊ അതുപോലെ തന്നെ ഇത് മുമ്പോട്ട് പോയാൽ നമുക്ക് അറിയത്തില്ല, കൈയില്ലല്ലോ. അപ്പൊ കൈ വരുമ്പോൾ നമുക്ക് മനസ്സിലായത് ഒരുപാട് കയറിപ്പോയി. കണ്ട, അപ്പൊ നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലച്ച് ചവിട്ടിക്കൊണ്ട്, കാരണം നമ്മുടെ കാല് ഒരു കാരണവശാലും നമ്മൾ ബ്രേക്കിൽ മാറ്റാൻ പാടില്ല. കാരണം നമ്മൾ ഒരു വണ്ടിയുടെ വീലുകൾ 4 സൈഡിലെ ഉരുണ്ട് കിടക്കുകയാണ്. അപ്പൊ ഈ ഉരുണ്ട് കിടക്കുന്ന വീലുകൾ നമ്മൾ ക്ലച്ച് ചവിട്ടി, കാരണം പലരും ക്ലച്ച് ചവിട്ടി സ്റ്റാർട്ട് ചെയ്യും, കാല് ബ്രേക്കിൽ ഉണ്ടാവില്ല. കാരണം ക്ലച്ച് ചവിട്ടിയാൽ സാധാരണമായിട്ടും ഗിയർ ന്യൂട്രലായി 4 സൈഡിലെ വീലുകൾ ഉരുണ്ട് കിടക്കുകയായതുകൊണ്ട് എപ്പോഴും ഒരു വണ്ടി നിരപ്പത്തല്ലായിരിക്കും കിടക്കുക. എന്ത് സംഭവിക്കും, വണ്ടി ഉരുളും. അപ്പൊ നമ്മൾ ക്ലച്ച് അല്ല ചവിട്ടേണ്ടത്, ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് വേണം നമ്മൾ ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യാൻ. ക്ലച്ച് ചവിട്ടി എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ന്യൂട്രാക്കാൻ വേണ്ടിയിട്ട്. ന്യൂട്രാക്കിയിട്ട് നിങ്ങൾ എല്ലാ വാഹനങ്ങളൊന്നും ഇല്ല, എല്ലാ വാഹനം നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ചില വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ ക്ലച്ച് ചവിട്ടിക്കൊണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലച്ച് ചവിട്ടി ന്യൂട്രാക്കിയാൽ ന്യൂട്രാ, ക്ലച്ച് ചവിട്ടി വെച്ചാലും ന്യൂട്രാണ്. അപ്പൊ ക്ലച്ച് ചവിട്ടി ന്യൂട്രലാക്കി കഴിഞ്ഞാൽ ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ 2 സൈഡിലെ മിററുകൾ കൃത്യമായിട്ട് ക്ലിയർ ആക്കി വെക്കുക. കാരണം ഈ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തിനാണ് ഈ മിറർ ക്ലിയർ ചെയ്യുന്നത് വെച്ചാൽ, ഈ പലരും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഇതിനകത്ത് തമ്മിലേയും പറഞ്ഞതും കണ്ടന്റും എന്താണ്, നമ്മുടെ പലയിടങ്ങളിൽ നിന്നാണ് നമ്മളൊരു വണ്ടി എടുക്കേണ്ടത്, പല സ്ഥലങ്ങളിൽ നിന്നാണ് വണ്ടി എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു വണ്ടി തന്നെ എപ്പോഴും, നമ്മുടെ കയ്യിരിക്കുന്ന വണ്ടി തന്നെ എപ്പോഴും ഓടിക്കണമെന്നില്ല. നാളെ ചിലപ്പോൾ പ്രീമിയം വണ്ടി ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് കയറി ഇരുന്നു, എന്നെ പഠിപ്പിച്ച് ഇങ്ങനെ കയറി ഇരിക്കുക, സീറ്റ് ബെൽറ്റ് എടുക്കുക, മിറർ ചെയ്യുക. നിങ്ങൾ പോയി എന്ത് ചെയ്യും, ഈ സീറ്റ് ബെൽറ്റ് എടുക്കുമ്പോൾ മിററിൽ തപ്പും. ഈ മിററിൽ തപ്പം നിങ്ങൾ ഓർക്കുന്നത് കംപ്ലൈന്റ് ആയെന്ന് ഓർക്കും. എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് ആയതാണോ? അല്ല, എന്തുകൊണ്ടാണ്, ആ വണ്ടി സ്റ്റാർട്ട് ആകാത്തതുകൊണ്ടാണ് ആ മിറർ അഡ്ജസ്റ്റ് കഴിയാതെ വരുന്നത്. അപ്പൊ നമ്മളെ ഒരേ രീതിയിൽ തന്നെ നമ്മുടെ പേരുകൾ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്ന് എഴുതിയാലും എവിടെ പോയിരുന്നാലും ഒരേ അക്ഷരം ഒരേ ക്രമത്തിൽ ആരെഴുതിയാലും എന്ത് തന്നെ വായിക്കുക, നമ്മൾ എന്താണോ എഴുതുന്നത് അതായിരിക്കും വായിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ ക്രമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വണ്ടിയും എവിടെ കിടന്നാലും ഏത് സ്ഥലത്തായാലും നമുക്ക് ആ ക്രമമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേടി കൂടാതെ ആ വണ്ടി എടുക്കാം. അപ്പം അതുകൊണ്ടാണ് ആ ക്രമമായിട്ട്. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല, പ്രീമിയം വണ്ടിയൊക്കെ നമുക്ക് മിറർ ചെയ്യാൻ കഴിച്ചില്ല. അതുകൊണ്ട് ക്രമമായിട്ട് പോകുന്നത്. മിറർ അഡ്ജസ്റ്റ് ചെയ്തു, അതായത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിനനുസരിച്ച് തന്നെ നമ്മുടെ കാൽഭാഗം നമുക്ക് ബോഡി കാണത്തക്ക പോലെയും, അതുപോലെ തന്നെ മുക്കാൽ ഭാഗം നമുക്ക് വ്യൂ കാണും. നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു, കാൽഭാഗം നമുക്ക് ബോഡി കാണും, മുക്കാൽ ഭാഗം നമുക്ക് വ്യൂ കാണും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലെ മിററും അതുപോലെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കാൽഭാഗം നമ്മുടെ ബോഡിയും മുക്കാൽ ഭാഗം വ്യൂവും കാണത്തക്ക പോലെ വേണം നമുക്ക് മിറർ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ബാക്കിലെ സെൻട്രലിൽ ആ മിറർ കൃത്യമായിട്ട് ഇതിനകത്ത് ഫുള്ളായിട്ട് വ്യൂ ആക്കി കൃത്യമായിട്ട് വെക്കുക. അപ്പൊ ഈ 3 മിററും ഇതേ രീതിയിൽ ക്ലിയർ ആക്കിയതിനു ശേഷം നമ്മൾ വീണ്ടും ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഇടുന്നതിന് മുമ്പ് ആ സമയത്ത് വേണം നമുക്ക് സീറ്റ് ബെൽറ്റ് വേണം ഇടാം. പിന്നെ നമുക്ക് ഇപ്പോഴത്തെ വണ്ടികൾ പ്രത്യേകിച്ച് അങ്ങോട്ട് മുന്നോട്ട് എടുക്കുമ്പോൾ ഈ കിണുകിണാന്ന് അടിക്കുമ്പോൾ അറിയാം എന്തിന്റെ ആവശ്യമുണ്ട്, സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമുണ്ട്.
അപ്പൊ നമുക്ക് അന്നേരം സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും പോകാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓടിക്കാൻ തുടങ്ങുമ്പോഴാണെങ്കിലും സീറ്റ് ബെൽറ്റ് ഇടാം. പിന്നെ എന്തിനാണ് ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സീറ്റ് ബെൽറ്റ് എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ടതായി ഒരു പണിയുമില്ല. കാരണം ഞാൻ ആദ്യമേ കയറിയിരുന്നു, ഈ സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ ആദ്യമേ കയറിയിരുന്നു, ഈ സീറ്റ് ബെൽറ്റ് ഇട്ടു, എനിക്ക് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും കയറിയിരിക്കുമ്പോഴേ സീറ്റ് ബെൽറ്റ് അല്ല ഇടേണ്ടത്, നമുക്ക് അത് ആവശ്യമുണ്ട്. അപ്പം ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മുടെ കൈ നീക്കിക്കൊണ്ട് പോയി ചെയ്യേണ്ടതായ ഒരു പണിയുമില്ല. ബാക്കിയെല്ലാം നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിന്റെ അടുത്ത് തന്നെ ഉള്ളത് കൊണ്ട് വേണം സീറ്റ് ബെൽറ്റ് ആ സമയത്ത് ഇടാം. പിന്നെ ഞാനിപ്പോ പറഞ്ഞതുപോലെ വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ വേണേലും ആ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മതി. നമുക്ക് സീറ്റ് ബെൽറ്റ് നല്ല നമ്മൾ പഠിക്കേണ്ട ഒരു വണ്ടിയെ കയറിയത് എടുക്കാനാണ് പഠിക്കേണ്ടത്. കൃത്യമായിട്ട് നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഇൻഡിക്കേറ്റർ ഓൺ അടിക്കാൻ പഠിക്കുന്നത് കൊണ്ടാണ് വണ്ടിയെ കയറി എന്താ ചെയ്യേണ്ടതെന്നോ ആ വണ്ടി എന്ത് ചെയ്താൽ ആ വണ്ടി മൂവ് ആകുന്നോ കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴും ഒരു ധാരണയും ഇല്ലാത്തതും പേടി ഉണ്ടാകുന്നതും സ്വന്തം വണ്ടി കിടന്നിട്ട് ആരോടും ചോദിക്കേണ്ട, ആരോടും പറയണ്ട, ആ വണ്ടിയെ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോലും നമുക്ക് പേടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പലർക്കും കുത്തുണ്ടാകും. ഞാൻ കുത്തുണ്ടാകാൻ വേണ്ടി പറഞ്ഞാൽ ആ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളും കയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ഒരു വണ്ടിയെ കയറി എടുക്കാം. അപ്പൊ മിറർ അഡ്ജസ്റ്റ് നമുക്ക് ഞാൻ സീറ്റ് വരണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കണം. നമ്മൾ എന്തിനാണ് ഈ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നത്? നമ്മൾ ഏതൊരു വണ്ടി കിടക്കുന്ന ഒരു വണ്ടിയാണ്, ജീവനാക്കണം, ജീവനില്ല, അതിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗിയറാണ് എന്ത്, ഫസ്റ്റ്. അതായത് ഓടിക്കുന്ന ഒരു ഗിയർ അല്ല, വണ്ടി എടുക്കാൻ വേണ്ടി. വണ്ടി മൂവ് ആണോ, ജീവനുണ്ടോ, നമുക്ക് സെക്കൻഡ് ഗിയർ ആക്കാം. അല്ലാതെ നിങ്ങളിപ്പോ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു, നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ട് തേർഡ് ഗിയറിലായിരിക്കാം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും, വണ്ടി നിന്നിട്ടില്ല, പക്ഷെ ആ ഒരു വണ്ടി ഒന്ന് സ്ലോ ആയതുള്ളൂ, ഫ്രണ്ടിലത്തെ വണ്ടി കണ്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് വണ്ടി ഓഫാകാൻ പലരും എന്ത് ഈ ഒരു വീഡിയോ 90% ആൾക്കാരും ക്ലച്ച് ഓടി പെട്ടെന്ന് അങ്ങ് ഫസ്റ്റ് ഇടും. ആ ഫസ്റ്റ് ഇടുമ്പോൾ സംഭവിക്കുന്നത് എന്താ, ടോർക്ക് കൂടിയ ഗിയർ അതായതുകൊണ്ട് പെട്ടെന്ന് ഈ ചക്രത്തിന്റെ കറക്കം നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ പല്ലുകൾ, അതായത് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതേ കൂടെ കിടന്നാണ് ഓടുന്നത് കണ്ട. അപ്പൊ അത് കിടന്ന് എന്ത് ചെയ്യുക, പല്ല് ചിലപ്പോൾ ഒടിഞ്ഞ് അടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും നിൽക്കാത്ത വണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫസ്റ്റ് ഇടരുത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കയറി ഫസ്റ്റ് ഇടരുത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ആക്കാം. വണ്ടി നമുക്ക് ഫസ്റ്റ് ഇടണോ, നിങ്ങൾ നിർത്തുക, ഫസ്റ്റ് ഇടുക. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റാൻ പലരും മറന്നുപോകും. ഈ ഹാൻഡ് ബ്രേക്ക് എല്ലാവർക്കും അറിയാം, അത് കിടന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ പലരും എന്ത് ചെയ്യും, ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാരും മറന്നു പോകുന്നൊരു കേസാണെന്ത്, ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റാം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് 90% ആൾക്കാർക്കുള്ള മിസ്സിങ് എന്താണെന്നുള്ളത് നിങ്ങൾ അത് കമന്റ് ആയിട്ട് തന്നെ, എനിക്ക് എന്റെ മിസ്സിങ് ഇതാണ്, ശരിയാണ്, എന്റെ കാര്യമാണ് ഈ പറഞ്ഞത്, ശരിയാണ്, ഇപ്പൊ ഇതെന്റെ കാര്യമായിരുന്നു പറഞ്ഞത്, എനിക്കും അങ്ങനെ തെറ്റാറുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ ആ കമന്റ് ബോക്സ് വന്നിട്ട് നിങ്ങൾ നാണോ ഒന്നും വിചാരിക്കണ്ട. ഇനി ഞാൻ ഈ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ കളിയാക്കുമോ, ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഇന്നൊരു വീഡിയോ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കും, നിങ്ങൾ അങ്ങനെ ഒന്നും കരുതണ്ട. കാരണം ഇത് അറിയാൻ മേലാത്തോണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. കാരണം നമ്മൾ പലരോടും അറിയാവുന്നവരോട് ചോദിച്ചാൽ പറയുന്നത്, നമ്മുടെ വീട്ടിലുള്ള ചോദിച്ചാൽ ചിലപ്പോൾ കളിയാക്കും. നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ചോദിക്കത്തില്ല ആരോടും, നമുക്ക് അറിയാത്തോണ്ടല്ല ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞാൽ നമ്മളോട് ദേഷ്യപ്പെടുകയോ കളിയാക്കുകയോ ചെയ്യും. അപ്പൊ എന്റെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അതായത് തുടക്കക്കാർക്ക്, വണ്ടി ഓടിക്കാൻ അറിയാൻ മേലാത്തവർക്ക്, ഇതിനെപ്പറ്റി പേടിയുള്ളവർക്കും വേണ്ടി. നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ചാനലിൽ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു തരുന്നതും അതുപോലെ തന്നെ സമയം പോലെ വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എന്ത് സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പം ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് സൈഡിലായിരിക്കും നമ്മുടെ വണ്ടി കിടക്കുക, റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് റോഡിന്റെ ഏത് സൈഡിലെ വണ്ടി ഓടിക്കാനാണ് ലൈസൻസ് തന്നിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കാനാണ് നമുക്ക് വണ്ടി ഓടിക്കാൻ ലൈസൻസ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും സ്വാഭാവികമായിട്ട് കിടക്കുകയും ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് എടുക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് എടുക്കുക. അപ്പൊ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലെ മിററിലാണ് നോക്കണേ, റൈറ്റ് സൈഡിലെ മിററാണ് നോക്കണ്ടത്. നമ്മൾ റൈറ്റ് സൈഡിലെ മിററിൽ നോക്കി വണ്ടി വരുന്നുണ്ട്, ഞാൻ ഇൻഡിക്കേറ്റർ കൊടുത്ത് എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് വണ്ടി വരുന്നുള്ളത് കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. കാരണം ആ വരുന്നവർക്കാണ് മുൻഗണന, നമുക്കല്ല. നമ്മൾ കിടക്കുന്ന വണ്ടിയാണ്. കാരണം അവരുടെ സൈഡ് ഏത് തന്നെയാണ്, ലെഫ്റ്റ് സൈഡ് തന്നെയാണ്. അപ്പൊ നമുക്കല്ല മുൻഗണന, അവർക്കാണ്. അപ്പൊ ഞാൻ മിററിൽ നോക്കി വണ്ടി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ആ സമയത്ത് വേണം നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. കാരണം നമ്മൾ ആ മിററിൽ കൂടെ നോക്കുമ്പോൾ വണ്ടി വരുന്നത് കാണുന്നുണ്ട്, വണ്ടി വരാത്തതും കാണും. കാരണം നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുക വണ്ടി എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ തെറ്റിദ്ധാരണ കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡിക്കേറ്റർ എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങനെയാണ്, പലർക്കും ഇതൊക്കെയാണ് തെറ്റുന്നത്. 90% വീഡിയോ കാണുന്ന 90% ആൾക്കാരുടെ മിസ്റ്റേക്ക് ആണ്. ഞാൻ ഇപ്പൊ എടുക്കുന്ന സമയത്ത് വണ്ടി നേരെയാണോ, വീല് നേരെയാണോ, ഇതൊക്കെ സംശയമാണ്. നമുക്ക് അതിനൊന്നും അറിയേണ്ട കാര്യമില്ല. വണ്ടി ഇല്ല എന്നുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് സ്വല്പം റൈറ്റോട്ട് പോയാലും പ്രശ്നമില്ല. കാരണം നമ്മൾ ആ മിററിൽ നോക്കുന്നതിനാണ് പ്രാധാന്യം. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി പോകാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ടാക്കിയാൽ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മിററിൽ നോക്കണം വണ്ടി ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. മിററിൽ നോക്കി വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുക. കാരണം ഞാനിപ്പോ ഡോറ് തുറന്ന് വെച്ചിരിക്കുന്ന കാരണം നിങ്ങൾക്ക് കാണാനും വ്യക്തമാക്കി മനസ്സിലാക്കാം. കാരണം ഡോർ അടയ്ക്കുക, കാരണം പലരും ചിലപ്പോൾ കമന്റ് ഇടാം ഡോർ അടച്ച് തുറന്നിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാണിക്കുക. കാരണം ഞാനിപ്പോ അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്റെ കാല് ഇവിടുന്ന് മാറ്റിയെന്നോ
കാരണം കാലുകൾ നിങ്ങളുടെ പലയിടത്തുനിന്ന് മാറേണ്ട സ്ഥലത്തുനിന്ന് മാറാത്തത് കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വണ്ടി എടുക്കാൻ കഴിയാതെ വരുന്നത്, വണ്ടി ഓഫ് ആയി പോകുന്നതിന്റെ കാരണം. അപ്പൊ കൃത്യമായിട്ട് എങ്ങനെ എടുക്കുമ്പോഴാണ് വണ്ടി ഓഫ് ആകാതിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഓഫ് ആകുന്നുള്ള കാര്യമാണ് ഞാനിത് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ആ മിററിൽ നോക്കി വണ്ടിയില്ലെന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്തു, ബ്രേക്കിൽ നിന്നും കാല് മാറ്റി. നിങ്ങൾ ഈ ബ്രേക്കിൽ നിന്ന് നിങ്ങൾ കാല് മാറ്റുക, ബ്രേക്കിൽ നിന്ന് കാല് മാറ്റുക, കാരണം ക്ലച്ചിൽ നല്ല എടുക്കണ്ട. ബ്രേക്കിൽ നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മാറ്റണ്ട, നിങ്ങൾ പതിയെ എടുത്ത് നോക്കണം. കാരണം ചിലപ്പോൾ അത് കയറ്റമായിരിക്കും, ചിലപ്പോൾ നിരപ്പായിരിക്കും. അപ്പൊ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് എങ്ങോട്ടാണ്. കാരണം പ്രത്യേകിച്ച് ഒരു വീഡിയോ കാണും 90% ഈ ഒരു വണ്ടി നിരപ്പത്തിലാണോ കിടക്കുന്നത്, കയറ്റത്താണോ കിടക്കുന്നത്, അത് ഇറക്കമാണോ എന്ന് കൃത്യമായിട്ട് ട്രയൽ ഷീറ്റ് ഇരുന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഈ പറഞ്ഞതിനെല്ലാം നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ എനിക്ക് ആ മിസ്റ്റേക്ക് ഉണ്ട്, ശരി എനിക്ക് അറിയത്തില്ല, അങ്ങനെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക. അപ്പം നമ്മൾ ബ്രേക്കിൽ നിന്ന് എന്ത് ചെയ്യണം, പതിയെ അയച്ചു നോക്കണം. ഈ പതിയെ അയച്ചു നോക്കുമ്പോൾ ബ്രേക്കിൽ നിന്ന് മാറിയിട്ട് വണ്ടി അങ്ങോട്ടും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കും. പിന്നെ നമുക്ക് അവിടെ ആ വൈറ്റിംഗ് പോയിന്റിലെ ആ ക്ലച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംഭവം നമ്മൾ ആക്കേണ്ട കാര്യമില്ല. ബ്രേക്കിൽ നിന്ന് മാറി കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മെല്ലെ എടുക്കുക. ഇത് കണ്ട, അപ്പൊ നിങ്ങൾ എടുത്തോണ്ട് പോകുമ്പോൾ ഓടരുത്, എടുത്തോണ്ട് മെല്ലെ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഞാനിപ്പോ നിർത്തി ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ബ്രേക്കിൽ നിന്ന് മാറുന്നു, ഈ ബ്രേക്കിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് എടുക്കരുത്. എന്ത് സംഭവിക്കും, വണ്ടി ഇടിച്ച് ഇതുപോലെ ഓഫ് ആയി പോകും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നതുകൊണ്ടാണ് എന്ത്, വണ്ടി ഓഫ് ആയി പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നിട്ട് ഇങ്ങനെ ക്ലച്ച് എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഹാഫ് ക്ലച്ച് കൊണ്ടുവരിക, വൈബ്രേഷൻ ആക്കുക, ബ്രേക്ക് മാറ്റി ആസിഡ് കൊടുക്കുക. എന്താ സംഭവിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, വൈബ്രേഷൻ ആക്കി ബ്രേക്കിൽ നിന്ന് മാറി ആസിഡ് കൊടുത്ത് എന്ത് സംഭവിക്കും, എന്നിട്ട് ഇതുപോലെ ഒന്നീ ഓഫ് ആയി പോകും, അല്ലെങ്കിൽ ഇതുപോലെ തെറിച്ചങ്ങ് പോകും. അപ്പൊ നമ്മൾ എടുക്കുന്ന വണ്ടിയെ ഒരു കാരണവശാലും നമ്മളെ എടുത്ത് ബ്രേക്കിൽ നിന്ന് മാറി ക്ലച്ചിൽ നിന്ന് പതുക്കെ എടുത്ത് നോക്കണം. മൂവ് ആകുന്ന വണ്ടി നമുക്ക് സ്പേസ് കുറവായിരിക്കും. നമ്മുടെ വീടിന്റെ മുറ്റത്തുനിന്നായിരിക്കും എടുക്കുക, ചിലപ്പോൾ കാർ പോർച്ചിൽ നിന്നായിരിക്കും എടുക്കുക. അപ്പൊ ഈ പലയിടത്തുനിന്ന് എടുക്കുമ്പോൾ നമുക്ക് അവിടെ ആക്സിഡന്റിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ക്ലച്ചിൽ നിന്ന് തന്നെ ചിലപ്പോൾ മൂവ് ആയാലുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് തന്നെ എടുക്കുന്നതിന് മുമ്പ് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാ, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ സ്പീഡ് കൂട്ടുന്നതല്ല നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു വണ്ടി, കാർപ്പറേറ്റ് കൊണ്ടുവന്ന ഒരു വണ്ടി എടുക്കുകയാണ്, അതുപോലെ തന്നെ വീടിന്റെ മുറ്റത്ത് നിന്ന് ഒരു വണ്ടി എടുക്കുകയാണ്. അപ്പൊ ഈ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ആക്സിലേറ്റർ കൊടുത്ത് എടുക്കാൻ നോക്കാതെ ക്ലച്ചിൽ നിന്ന് തന്നെ എടുത്ത് നോക്കുക. ആ ക്ലച്ചിൽ നിന്ന് എടുത്തിട്ടും വണ്ടി പോകുന്നില്ല, മൂവ് ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാം. അല്ലാതെ ആക്സിലേറ്റർ ആദ്യമേ കൊടുത്തെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ ആക്സിലേറ്റർ കൊടുക്കണമല്ലോ, ഞാൻ എടുക്കുമ്പോൾ മതിലിന് തട്ടും അല്ല കൊച്ചിനെ ഇടിക്കും, ഈ ഒരു പേടി കാരണം നിങ്ങൾക്ക് ഒരു വണ്ടിയുടെ ട്രാൻസ്പോർട്ട് നിങ്ങൾ കയറാൻ മടിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, ബ്രേക്കിൽ നിന്ന് പതിയെ എടുത്ത് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കണ്ടില്ലേ, ഞാൻ കാല് മാറ്റി വെച്ച് കാണിച്ചു തരാം. ആക്സിലേറ്റർ കൊടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ഞാൻ ആക്സിലേറ്റർ കൊടുത്തോ ഇല്ലെന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നത്, നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കരുത് ഒരു കാരണവശാലും. ഞാനെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബ്രേക്കിൽ നിന്ന് കാല് മാറി ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാം, മെല്ലതാ ഇതേപോലെ അങ്ങോട്ട് എടുക്കുക. കണ്ട കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഓഫ് ആക്കാം. നമുക്ക് എടുത്തോണ്ട് ഓടേണ്ട കാര്യമില്ലല്ലോ, പതിയെ സ്പേസ് കുറവല്ലേ, വീടിന്റെ മുറ്റത്തൊന്നും കാർപ്പറേറ്റിൽ ഒക്കെ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്ത് എന്ത് ചെയ്യാം, എടുത്ത് നോക്കുക. അഥവാ നിങ്ങൾ ക്ലച്ചിൽ നിന്ന് എടുക്കും, അതാ സ്പീഡ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, സ്വല്പം ഒന്ന് താത്ത് കൊടുക്കുക. കണ്ട അപ്പൊ കൃത്യമായിട്ട് നമുക്ക് വലിയ സ്പീഡിൽ ഓടിപ്പോകാതെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചതും പറഞ്ഞു തന്നതും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാനിപ്പം ഇതേ രീതിയിൽ തന്നെ നമ്മൾ എത്ര ഇന്റർനാഷണൽ ആളാന്ന് പറഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഒരു വണ്ടി ഓടിക്കുന്നത്. ഇത് ഒരു ശരിയായ രീതിയിലൊന്ന് കാര്യങ്ങളൊന്ന് കാണിച്ചോ ചെയ്തോ പറഞ്ഞു തരാത്തത് കൊണ്ടാണ് എന്ത് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് കയറി ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ പേടി കൂടാതെ തന്നെ ഒരു വണ്ടി ഇതേപോലെ ഓടിക്കാം. ഞാനിത് ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് മുതൽ നിങ്ങളെ വീട്ടിൽ കിടക്കുന്ന ഒരു വാഹനത്തിൽ കയറി നിങ്ങൾ എടുത്തിരിക്കും. അപ്പൊ നിങ്ങളുടെ കമന്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എന്നെ മുന്നോട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം തരുന്നത്. അപ്പം എന്ത് സംശയമാണ് കണ്ടെങ്കിലും നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ